രാഹുൽ ഈശ്വർ, ഇപ്പോൾ കഴിഞ്ഞതിന് മുൻപത്തെ തീർത്ഥാടനത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വലിയ പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരാതികൾ തുടരണം എന്ന് വിചാരിക്കാൻ കഴിയില്ല അല്ലെ? കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പരാതികളുടെ കുറവുണ്ടായപ്പോൾ അത് വലിയ ആശ്വാസമായിട്ടാണ് ഈ സമൂഹം അപ്പാടെ കണ്ടത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ ചർച്ചയിൽ മറ്റ് അതിഥികളോട് ചോദിച്ച കാര്യമാണ്, അത്തരത്തിൽ പരിഹാരം കാണാനും അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകാനും അത്തരത്തിൽ ആശയവ്യക്തത ഉണ്ടാകാനും സർക്കാർ ഒരു ശ്രമം നടത്തുമ്പോൾ സർക്കാരിന്റെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് അത് എന്ന് വിമർശിക്കുകയാണോ? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണോ വേണ്ടേ? മധു, മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്, ശബരിമല ഒരു മതേതരത്വത്തിന്റെ കേന്ദ്രമല്ല, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ സർക്കാരുകളും മതേതരത്വം എന്ന് പറയുന്നെങ്കിലും മതസൗഹാർദ്ദമാണ് പ്രാക്ടിക്കലി നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും കാര്യത്തിൽ പോസിറ്റീവായ ഇത്തരം ഇടപെടലുണ്ടെങ്കിൽ നല്ലതാണ്. തമിഴ്നാട്ടിൽ വലിയൊരു മുരുക കോൺഫറൻസ് DMKയും വിളിച്ചു, BJPയും വിളിച്ചു. രണ്ടും നല്ലതാണ്. കാര്യം അത്തരം സമ്മേളനങ്ങളിലൂടെ ഭക്തജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവരാനും കഴിയും. ഇവിടെ തന്നെ NSS, SNDP, പന്തളം റോയൽ ഫാമിലി, മലയരയന്മാരടക്കം ഉണ്ടെന്നാണ് വ്യത്യസ്ത വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. ഇവരുണ്ടെങ്കിൽ നമ്മളെല്ലാം റെപ്രസെന്റഡ്. ഹിന്ദു സംഘടനകളുണ്ട്. അതെ, ഹിന്ദു സംഘടനകളുണ്ട്. അതോടൊപ്പം എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ഞാൻ ഹിന്ദുത്വവാദിയല്ല, പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരനെ അടക്കം RSSന്റെ പ്രാതിനിധ്യവും അവിടെ വേണം. കാര്യം എത്രയോ വർഷമായി ശബരിമലയ്ക്ക് നിസ്വാർത്ഥമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഭക്ത സമ്മേളനം പൂർത്തിയാകുക? അതുകൊണ്ട് തീർച്ചയായും ശ്രീ കുമ്മനം രാജശേഖരനെ അടക്കം വിളിച്ചത്. കാര്യം ഇങ്ങനെ ഞാൻ പേരെടുത്ത് തന്നെ പറയാം. കുമ്മനം രാജശേഖരൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ കൂടി വിളിക്കണമെന്നല്ല, സർക്കാരിന് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താനുള്ള ധാർമ്മിക അടിത്തറ ഇല്ല. കേസിന്റെ കാര്യം അതിലേക്ക് വരാം. ഞാനടക്കം ഇപ്പോഴും ആ കേസിന്റെ കാര്യത്തിലാണ്. ശബരിമല പ്രൊട്ടസ്റ്റിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശി ദേവിക അന്തർജനമാണ്, രണ്ടാമത് എന്റെ അമ്മയാണ്, മൂന്നാമത് നിയമപരമായ കാര്യമല്ലേ? തുടങ്ങുന്നത് തന്നെ നിയമത്തിൽ നിന്നാണല്ലോ, സുപ്രീം കോടതിയിൽ നിന്നാണല്ലോ. അപ്പൊ അതിനുശേഷം സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇത് മുഴുവനും ബാലൻസ് ഷീറ്റ് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ. അത് വളരെ കോംപ്ലക്സ് വിഷയമാണ്. എന്നാലും പെട്ടെന്ന് 2-3 വരികളിൽ പറയാം. അതായത് ഈ ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രക്ഷോഭമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 4-1 എന്ന സുപ്രീം കോടതി വിധി വിശ്വാസികൾ അതിജീവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി ഇന്നേവരെ ഇന്ത്യയിൽ അതിജീവിച്ചില്ല. 2-അംഗ ബെഞ്ചിന്റെ ഒക്കെ വിധി അതിജീവിച്ചിട്ടുണ്ട്. മറ്റേ പിന്നോക്ക വിഭാഗക്കാരുടെ കേസ് ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം. കാര്യം ആൾക്കാർ ഇനിയും കേൾക്കണം. ഇത് ഏക കേരളത്തിൽ പറഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇന്ന് പോലും ജിൻഡോ ജോൺ അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിധി എന്ന് പറഞ്ഞാൽ ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പണി കൊടുക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന വളഞ്ഞ വഴിയായിരുന്നു. ഇത് കേരളത്തിൽ മനസ്സിലായത് ഒരു രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഞാൻ സുപ്രീം കോടതി വിധിയെ കുറിച്ച് ബാർ കൗൺസിൽ മെമ്പറായ അഡ്വക്കേറ്റായ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുക. അതായത് ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ സംഘടനകൾക്ക് പണി കൊടുക്കാൻ സുപ്രീം കോടതി വിധി ഞാൻ ഇനി പേരും കൂടെ എടുത്തു പറയാം. കാര്യം എനിക്കെതിരെ വേറെ ആക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട്. ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന വ്യക്തി വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നടത്തിയ നാടകമാണ്. അത് സ്വാമി അയ്യപ്പനായിട്ട് പൊളിച്ചു കൊടുത്താണ്. അതിന്റെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സത്യം. ഇതിനെതിരെ ആ ബെഞ്ചിൽ തന്നെ എനിക്കെതിരെ പരാതി പോയതാണ്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ സങ്കീർണത ഏതാണ്. അത് ശ്രീ ജിൻഡോ ജോണും നമ്മുടെ ജനീഷ് കുമാർ സാറും മനസ്സിലാക്കണം. അതായത് വളഞ്ഞ വഴിയിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്തു, ഇനി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു വളഞ്ഞ വഴി വന്നതാ. പക്ഷേ അയ്യപ്പൻ അവരുടെ അപ്പുറത്ത് മേളിലാണ്. അതുകൊണ്ട് അയ്യപ്പൻ തിരിച്ചു പണി കൊടുത്തതാണ് ആ സുപ്രീം കോടതി വിധി നടപ്പാകാത്തത്. അത് മറ്റൊരു വിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് എനിക്ക് തന്നെയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാ ഇവിടെ NSSും SNDPയും പന്തളം റോയൽ ഫാമിലിയും മലയരയരും എല്ലാം വന്നു. അപ്പോൾ RSSന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും സർവാദരണീയനാണ് കുമ്മനം ചേട്ടൻ. ഞാനൊരു പ്രീസിഡന്റും കൂടെ പറയാം. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരൻ സാർ ഇരുന്നപ്പോൾ ഈ വിവാദമായ ബില്ലടക്കം പല കാര്യങ്ങളും വന്നതിന് അദ്ദേഹം പേരെടുത്തെഴുതി, ഞാൻ മാതൃഭൂമി തന്നെ എഴുതിയിട്ടുള്ളത്, ഞാൻ ശ്രീ കുമ്മനം രാജശേഖരന്റെ അടക്കമുള്ള സജഷൻ സ്വീകരിച്ചു. കുമ്മനം ചേട്ടൻ കാവി ഇടാത്ത സന്യാസിയാണെന്ന് ശശി തരൂരിനടക്കം എല്ലാവർക്കും അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കുമ്മനം ചേട്ടനെ ഒരു ഗസ്റ്റായി വിളിക്കുന്നില്ല? അപ്പൊ ഹിന്ദു സംഘടനകളുടെയും കൂടെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനയും കൂടെ ഒരു നല്ല റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചിന്തയല്ലേ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്? ഒരു കാര്യം കൂടെ, അത് ജിനേഷ് കുമാറിനോടും കൂടെ റിക്വസ്റ്റ് ആണ്. ഒരുപാട് കേസുകളുണ്ട്. ഇതിൽ ആദ്യം കേസ് വന്ന ആൾക്കാരിലുള്ള നമ്മുടെ ആദിവാസി അമ്മമാരാണ്. അവരാണ് ബസ്സുകൾ നേരിട്ട് തടഞ്ഞത്. അവർക്കടക്കം കേസുകൾ ഇന്നും പല തലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്ന് പിൻവലിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു വരിയും കൂടെ എടുത്ത് ഞാൻ തീർക്കാം, ഇത് പിൻവലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിലെ 2 മുരുക സമൂഹങ്ങൾ പോലെ നമ്മൾ നടത്തി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, സൗകര്യങ്ങൾ, ബെനിഫിറ്റ്സ്, എന്താ പറയുക, കംഫർട്ട്. ഒറ്റ വരിയിലൊരു മറുപടി തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് പിൻവലിക്കാത്തടത്തോളം കാലം ശബരിമല വികസനം വേണ്ടേ? അങ്ങ് വികസനം വേണം, പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സംഘടനകളിൽ ഒന്നാണ് CPM. CPMന് വിശ്വാസികളോട് പുതിയൊരു ചാപ്റ്റർ ആണല്ലോ. അല്ലെന്നാർക്കെങ്കിലും അഭിപ്രായം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള സംഘടനയാണ് CPM. ഹിന്ദുക്കൾ അംഗങ്ങളുള്ള സംഘടന CPM. അപ്പം വിശ്വാസികളോട് പുതിയൊരു ചാപ്റ്റർ തുറക്കുകയാണെങ്കിൽ ഈ വേദനയും കൂടി
അക്നോളജ് ചെയ്ത് ഇത്രയും പേർക്ക് കേസുണ്ട്, ഞങ്ങളത് ആക്റ്റീവായി പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അത് പുതിയ ചാപ്റ്ററാണ്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ CPM-ലെ ഒരൊറ്റ ആളുടെ പിടിവാശിയാണ് ശബരിമല പ്രശ്നം ഇത്ര ഇതാക്കിയത്. പത്മകുമാർ സാറടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾക്ക് യുവതികൾ കയറേണ്ടത് തന്നെയായിരുന്നു അഭിപ്രായം. ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. CPM-ന്റെ പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായം